നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് പ്രൈസിങ് എങ്ങനെയാണ്? ഒരു വീട് നിർമ്മാണം തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പ്ലാനിംഗ് സ്റ്റേജിലൊക്കെ ഒരു ആർക്കിടെക്റ്റിനോടോ ഒരു ഡിസൈനറോടൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ക്ലയൻറ്റ് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായിട്ടും മുൻപ് ചെയ്ത പ്രൊജക്റ്റുകളുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഏകദേശ റേറ്റൊക്കെ ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ പല ക്ലയൻസും സ്ക്വയർ ഫീറ്റ് പ്രൈസിങ്ങിൽ കോൺട്രാക്ട് വർക്കുകൾ കൊടുക്കുന്നത് കാണാറുണ്ട്. അതായത് മുൻപ് ചെയ്ത ഏതെങ്കിലും ഒരു വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്ടർ ഒരു ക്ലയൻറ്റിന് ഒരു റേറ്റ് പറഞ്ഞു കൊടുക്കും, ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയ്ക്ക് ചെയ്യാമെന്ന്. അത് ഇൻറ്റീരിയർ വർക്കിലും കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും മുൻപ് ചെയ്ത വർക്കിൽ നിന്ന് ഡിസൈനിലോ സ്ട്രക്ചറൽ സ്പെസിഫിക്കേഷനിലോ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും ഈ ക്ലയൻറ്റുമായിട്ട് ഒരു പ്രശ്നത്തിലേക്കൊക്കെ പിന്നീട് വരാറുണ്ട്. എനിക്ക് ഇതിന് കൂടെ ചേർത്ത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു വർക്ക് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്ക്വയർ ഫീറ്റ് പ്രൈസിങ്ങിലൊന്നും വർക്ക് ആർക്കും കൊടുക്കാതിരിക്കുക. ഇങ്ങനെ കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുൻപ് ചെയ്ത ഡിസൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുമ്പോൾ ഈ കോൺട്രാക്ടർക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ എസ്റ്റിമേഷൻ ഉണ്ടാക്കി എത്രയാണ് നിങ്ങളുടെ വീട് നിർമ്മാണത്തിന് ഓരോ ഈച്ച് ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണ്, കോൺക്രീറ്റ് എത്രയാണ്, മെഷീനറി വർക്ക് എത്രയാണ് എന്നുള്ളതിനൊക്കെ ഒരു പ്രോപ്പർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അതിനടിസ്ഥാനത്തിൽ മാത്രം ഒരു കൊട്ടേഷൻ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇതിനെ കൂട്ട് ചേർത്ത് എനിക്ക് പറയാനുള്ളത്.